നമസ്കാരം. ലോക ഇന്ത്യൻ സിനിമയിലെ ഒരു പുതിയ അധ്യായമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ സിനിമയുടെ ഭാഗമായവർ പോലും ഇത്തരത്തിലുള്ള സാമ്പത്തിക വിജയം വലിയ സ്വീകാര്യതയൊന്നും പ്രതീക്ഷിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഒരു പുത്തൻ അധ്യായമായി ലോകം മാറിയിരിക്കുകയാണ്. അതിൽ ചന്ദ്രയുടെ കഥ പറഞ്ഞ ചിത്രം എക്കാലത്തെയും വലിയ ഫേവറേറ്റുകളായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. അടുത്ത അധ്യായങ്ങൾക്കായി ആരാധകർ കാത്തിരിപ്പും തുടങ്ങി. 30 കോടിയോളം രൂപ ബഡ്ജറ്റിലുണ്ടാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ മലയാളത്തിലെ സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ്. ലോകയുടെ വലിയ സാമ്പത്തിക വിജയവും പാൻ ഇന്ത്യൻ സ്വീകാര്യതയുമെല്ലാം മലയാളികളെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി മറ്റു ചിത്രങ്ങളുമുണ്ട്. അതായത് വലിയ അവസരം പാഴാക്കിയ മലയാള ചിത്രങ്ങൾ. ആ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ പറഞ്ഞു കേൾക്കുന്ന പേര് ഒടിയനെ കുറിച്ചാണ്. മലയാളത്തിൽ എക്കാലത്തെയും വലിയ ഹൈപ്പോട് കൂടി ഇറങ്ങിയ ചിത്രമായിരുന്നു 2018 പുറത്തിറങ്ങിയ ഒടിയൻ. ലാലേട്ടന്റെ കരിയറിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒടിയനാകാൻ വേണ്ടിയായിരുന്നു. പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ഒടിയന്മാരെ കുറിച്ചുള്ള ചിത്രം സംവിധാനം ചെയ്തത് VS ശ്രീകുമാര മേനോനാണ്. മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ഹൈപ്പോട് കൂടി ഇറങ്ങിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിയും ഒടിയൻ എന്ന് പറയും. കാരണം അത്രത്തോളം മനസ്സിൽ പതിഞ്ഞ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനാണ് ഒടിയൻ നേടിയത്. അതോടൊപ്പം തന്നെ ആരാധകർ തിയേറ്ററുകളിലേക്ക് ഇരച്ചെത്തി. പാൽ, പത്രം, ഒടിയൻ എന്നിവ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. 4 മണിക്ക് ആരംഭിച്ച ഷോ കഴിഞ്ഞ ഉടൻ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ വന്നു തുടങ്ങി. ഹൈപ്പും ഒന്നുമെല്ലാം ആ നെഗറ്റീവ് റിവ്യൂവിനെ അതിജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആരാധകരുടെ മനസ്സിലേക്ക് പതിഞ്ഞു. മാത്രമല്ല മലയാള സിനിമ കണ്ട എക്കാലത്തെ വലിയ ട്രോൾ മെറ്റീരിയലുകളിലൊന്നായി ഒടിയൻ മാറി. ഇന്നും ഒടിയന്റെ ഇമ്പാക്റ്റ് ഇൻഡസ്ട്രിയിൽ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ അത്രയും മികച്ചൊരു കഥാഗതിയെ വേണ്ട പോലെ ചിത്രീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമ മിസ്സാക്കിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റികളിൽ ഒന്നാമത് തന്നെയാണ് ഒടിയന്റെ സ്ഥാനം. ലോകയിലും ഒടിയനുണ്ട്. ആ ഒടിയന്റെ സ്പിൻ ഓഫിനായി കാത്തിരിക്കുന്നവർ ഏറെയാണ്. ഒടിയന്റെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലുകൾ പോലും ആരാധകർ ഇപ്പോഴും മനസ്സിലോർത്തിരിക്കുന്നുണ്ട്. എന്നാൽ ലാലേട്ടൻ്റെ ഒടിയനിൽ അത്രയും ഡീറ്റെയിലുകൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ എൻ്റർടൈനർക്ക് അപ്പുറം ഒന്നും ഒടിയന് സമ്മാനിക്കാനും സാധിച്ചില്ല. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ മറ്റൊരു ചിത്രമാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം. 2021 ചിത്രം പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നാഷണൽ അവാർഡ് അടക്കം കരസ്ഥമാക്കിയ ചിത്രമായിരുന്നു മരക്കാർ. അതോടൊപ്പം തന്നെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലും ആരാധകർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി. എന്നാൽ രാവിലെ 12:04 ആരംഭിച്ച ഷോ കഴിഞ്ഞപ്പോൾ മുതൽ എമ്പാടും നെഗറ്റീവ് റിവ്യൂകൾ. ആ നെഗറ്റീവ് റിവ്യൂ അതിജീവിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. മലയാളം കണ്ട എക്കാലത്തെയും വലിയ മിസ്ഡ് ഓപ്പർച്യൂണിറ്റികളിൽ രണ്ടാമതാണ് മരക്കാരൻ്റെ സ്ഥാനം. വലിയ ഹൈപ്പും ഗ്രാൻഡ്യൂറും പ്രൊഡക്ഷനും എല്ലാം വലിയ രീതിയിൽ ചിത്രത്തിന് ആക്കം കൂട്ടിയിരുന്നു. എന്നാൽ അതൊന്നും സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള പ്രേക്ഷകർക്ക് തയ്യാറായില്ല. അങ്ങനെ മലയാളത്തിലെ മറ്റൊരു പരാജയ അധ്യായമായി മരക്കാർ മാറി. ഇതോടൊപ്പം ചർച്ചയാവുന്ന മറ്റ് സിനിമകൾ OTT റിലീസായി എത്തിയ വമ്പൻ മലയാള ചിത്രങ്ങളാണ്. അതിലെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മിന്നൽ മുരളിയും ദൃശ്യം 2 വലിയ രീതിയിലുള്ള തിയേറ്റർ സാധ്യതകളാണ് ഈ 2 സിനിമയും നഷ്ടമാക്കിയത്. എന്നാൽ OTT റിലീസ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പാൻ വേൾഡ് സ്വീകാര്യതയും ഈ 2 ചിത്രങ്ങൾക്ക് ലഭിച്ചു. ഇതിൽ ലോക റിലീസായപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ പറഞ്ഞു കേട്ട പേര് മിന്നൽ മുരളിയുടെ തിയേറ്റർ വാച്ചിന് വേണ്ടി തന്നെയാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ആ പ്രൊജക്റ്റിനെ മലയാളികൾ കാത്തിരുന്നത്. ബേസിൽ ജോസഫ്, ടോവിനോ തോമസ് കൂട്ടുകെട്ടിലും ആരാധകർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല ഏറ്റവും റൂറലായ സൂപ്പർ ഹീറോയെ എങ്ങനെ കാണാൻ സാധിക്കുമെന്ന എക്സൈറ്റ്മെന്റും ആരാധകർക്കുണ്ടായി. എന്നാൽ മിന്നൽ മുരളി എന്ന ചിത്രം OTT റിലീസായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. എമ്പാടും പോസിറ്റീവ് റിവ്യൂ വന്നെങ്കിലും അതിന്റെ തിയേറ്ററിക്കൽ വാച്ച് ഇന്നും ആരാധകർക്കൊരു നഷ്ടബോധമായത് ലോക കണ്ടതിന് ശേഷമാണ്. വലിയ രീതിയിലുള്ള തിയേറ്ററിക്കൽ സാമ്പത്തിക വിജയവും ചിത്രം അർഹിച്ചിരുന്നുവെന്ന് പറഞ്ഞവരും ഏറെയാണ്. അതോടൊപ്പം തന്നെയാണ് ദൃശ്യം 2. ദൃശ്യം 3 അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെങ്കിലും ദൃശ്യം 2 വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയം ഉണ്ടാക്കിയതെന്ന് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അത്രത്തോളം മികച്ച സിനിമാ അനുഭവം തന്നെയായിരുന്നു ദൃശ്യം. ദൃശ്യത്തിനുള്ള സീക്വൽ എന്നോളം വലിയ പ്രഷറിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. എന്നാൽ ആ പ്രഷറുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിജയം ചിത്രം നേടി. മാത്രമല്ല മറ്റ് ഭാഷകളിലേക്കും ചിത്രം റിലീസിനെത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ എംപുരാന്റെ മിക്സഡ് റിവ്യൂ വെച്ചിട്ട് ഇത്രത്തോളം കളക്ഷനെങ്കിൽ ഫുൾ പോസിറ്റീവ് റിവ്യൂ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പലരും ഇപ്പോഴും പ്രവചിക്കുകയാണ്. മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാവുന്നതിലും അപ്പുറമാണ്. അത് ഉപയോഗപ്പെടുത്തിയവരും കുറവാണ്.
മഞ്ഞുമൽ ബോയ്സ്, 2018, ലോക ചാപ്റ്റർ 1 തുടരുമെല്ലാം ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനിയും വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആ ചിത്രങ്ങളുടെ വലിയ സാമ്പത്തിക വിജയവും പാൻ ഇന്ത്യൻ സ്വീകാര്യതയുമെല്ലാം വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ.